വെൽക്കം ബാക്ക്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അതിൻ്റെ ഓർഡറിൽ തന്നെ നിങ്ങൾ വീഡിയോസ് കാണാം. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഇല്ലുസ്ട്രേഷൻ നമ്പർ 1. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, ബിക്കോസ് എവറിത്തിങ് ഈസ് ഡയറക്ട്ലി ഗിവൺ. സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ പ്രൈസ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, ആക്ച്വൽ ക്വാണ്ടിറ്റി. ചോദിച്ചിരിക്കുന്നത് MCV, MPV, മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് കാണാനാണ്. സോ നിങ്ങൾ സ്വന്തമായിട്ട് കാണാം. സീ ദ സൊല്യൂഷൻ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കും. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന മോഡലാണ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 ആൻഡ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. ഓക്കെ, സ്ഥിരമായിട്ട് 2017, 2018, 2019 സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ് ഈ ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 ആൻഡ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യന് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. The standard material required to manufacture 1 unit of product. ഒരു യൂണിറ്റ് ഉണ്ടാക്കേണ്ട സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ 20 kg. ഒരു യൂണിറ്റ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ദി സ്റ്റാൻഡേർഡ് പ്രൈസ് ഇസ് ₹3, SP ₹3 per kg, 1 കിലോന്. In the month of November 2010, 400 unit of product X. എത്ര യൂണിറ്റ് ആണ് പ്രോഡക്റ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്തത്? 400. റിയൽ ആയിട്ട്, ആക്ച്വൽ ആയിട്ട്, റിയൽ were produced by using 7,800 kilo of material. ഓക്കെ, അപ്പോൾ ആക്ച്വൽ യൂസ് ചെയ്ത മെറ്റീരിയൽ എത്രയാണ്? 7,800. എത്ര യൂണിറ്റ്സിന്? 400 യൂണിറ്റിന്. അറ്റ് എ കോസ്റ്റ് ഇവിടെ എന്തിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്? ആക്ച്വലിൻ്റെ. അപ്പോൾ എന്ത് കോസ്റ്റാണ് ഇത്? ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. ആക്ച്വൽ കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആക്ച്വൽ കോസ്റ്റ് ഇസ് 24,960. കാൽക്കുലേറ്റ് ദി മെറ്റീരിയൽ വാരിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്കത് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ kg ആണ് തന്നത്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് 20 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 20 കിലോ ഓഫ് മെറ്റീരിയലായി യൂസ് ചെയ്യുന്നത്. ആക്ച്വൽ ക്വാണ്ടിറ്റി 7,800, 400 യൂണിറ്റിൻ്റെതാണ് തന്നിരിക്കുന്നത്. ആക്ച്വൽ കോസ്റ്റ് 24,960 തന്നത് ഞാനിവിടെ എഴുതി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിക്ക് ഇവിടെ മാച്ചിങ് ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലടോ. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര യൂണിറ്റിൻ്റെയാണ് തന്നത്? 400 യൂണിറ്റിൻ്റെ. സോ ഇതിനെ നമ്മൾ 400 യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത്, ഒരു യൂണിറ്റിൻ്റെ. അപ്പം 400 എണ്ണത്തിന് എത്രയാണെന്ന് നോക്കിയാൽ പോരാ? എത്രയാ? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. യു ഗോട്ട് 8,000 kg. ദിസ് ഈസ് യുവർ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ എത്ര? 400 യൂണിറ്റ്സ്. സോ ഇത് രണ്ടുമാണ് നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യാൻ? ബിക്കോസ് ആക്ച്വൽ ഇറ്റ് ഇസ് 400 യൂണിറ്റ്സ്. സോ ഇതിനെയും നമ്മൾ 400ലോട്ട് ചേഞ്ച് ചെയ്തു. ഇനി നമ്മുടെ പ്രശ്നം ആക്ച്വൽ കോസ്റ്റ് ആണ്. ഓക്കെ, ആക്ച്വൽ കോസ്റ്റ് നിങ്ങൾക്കറിയാം. നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിൻ്റെ ഇക്വേഷൻ ഇസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ SQ ഇൻറ്റു SP, ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ AQ ഇൻറ്റു AP. അപ്പം ഈ AQ ഇൻറ്റു AP ഈസ് ഈക്വൽ ടു എത്ര? 24,960. AQ ഇവിടെ തരുകയും ചെയ്തതിന് എത്രയാ? 7,800. അപ്പോൾ AP എത്രയാ? ഇതിങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ്. ഇത് ഇൻറ്റു അല്ല, ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി. ₹3.20 കിട്ടും. ഓക്കെ, എൻ്റെ ക്യാമറേൻ്റെ സ്റ്റാൻഡ് ഇളകി പോകുന്നു. ഓക്കെ, എനിവേ 0.320. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഐറ്റവും നമുക്കിവിടെ കിട്ടി. SP 3, AP 320, SQ 8,000, AQ 7,800. ഇതൊക്കെയാണ് വേണ്ടത്. ഇത് ഓക്കെ അല്ലേ? എനി പ്രോബ്ലം? ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. MCV ആണ് ആദ്യം. SC മൈനസ് AC അല്ലേ? സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെ കാണാം? SQ ഇൻറ്റു SP. SQ എത്രയാ? 8,000 ഇൻറ്റു SP എത്രയാ? 3. സോ 24,000 കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ AC ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടല്ലോ, നോക്കിയാൽ മതി. 960. ഇത് നമ്മൾ ചെയ്താൽ 960 നെഗറ്റീവ് കിട്ടും. നമ്മളിത് അൺഫേവറബിൾ എന്ന് എഴുതും. സി, കണ്ടല്ലോ? ഓക്കെ, നൗ MPV പ്രൈസുകൾ തമ്മിലുള്ള വാരിയൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള വാരിയൻസ്. ഇവിടെ ആരെ കൊടുക്കും? ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര? 7,800. SP AP ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സി 1560 unfavorable. Now the last one,
മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്, മെറ്റീരിയൽ യൂസേജ് ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള വാരിയൻസ്. ഇവിടെ ആരെ കൊടുക്കും? SP 3, SQ 8000, AQ 7800. സി ഫേവറബിൾ, 600 ഫേവറബിൾ. നിർത്താൻ പറ്റില്ല, വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യേണ്ട ഇക്വേഷൻ MCV = MPV + MUV. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ 3 മാർക്കിന് വെറുതെ മെറ്റീരിയൽ വാരിയൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 3 എണ്ണം ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരുന്ന നെക്സ്റ്റ് പ്രോബ്ലം ഇസ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ kg. രണ്ടും പെർ kgയിലാണ് തന്നിരിക്കുന്നത്. 1 യൂണിറ്റിൻ്റെ ആണ് തന്നിരിക്കുന്നത്. മെറ്റീരിയൽ 5 kg, സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ 5 kg ഒരു യൂണിറ്റ് ഉണ്ടാക്കാനും സ്റ്റാൻഡേർഡ് പ്രൈസ് 10 per kg. നമുക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് നമ്മളൊന്നും ചെയ്യേണ്ട, ഇത് നമുക്ക് അതേപടി എടുക്കാം. പക്ഷേ ഇവിടെ മാറ്റം വരും ഇല്ലടോ. ഓക്കെ, ഇത് സെയിം ക്വസ്റ്റ്യൻ ആട്ടോ. സെയിം ക്വസ്റ്റ്യൻ. എനിവേ ലെറ്റ്സ് എക്സ്പ്ലെയിൻ. ആക്ച്വൽ പ്രൊഡക്ഷൻ 400 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ്. മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് 2200. എത്ര യൂണിറ്റിന്? 400 യൂണിറ്റിന്. സോ ഇതിനെ ഞാൻ എന്ത് വിളിക്കും? ആക്ച്വൽ ക്വാണ്ടിറ്റി. ആൻഡ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ ഇസ് 960 per kg. സോ ഇവിടെ ആക്ച്വൽ പ്രൈസും തന്നിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വൽ പ്രൈസും തന്നിട്ടുണ്ട്. ഇവിടെ ആക്ച്വൽ കോസ്റ്റ് എന്നാണോ ഉള്ള? അല്ല, ആക്ച്വൽ പ്രൈസ്. സോ APയും തന്നിട്ടുണ്ട്, AQയും തന്നിട്ടുണ്ട്. പ്രശ്നം എവിടെ മാത്രം? SQയിൽ മാത്രം. SQ എത്ര? 5 kg. എത്ര യൂണിറ്റിന്? 1 യൂണിറ്റിന്. 1 യൂണിറ്റിന്. ഇവിടെ എത്ര യൂണിറ്റ് ഉണ്ടോ? 400 യൂണിറ്റ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 400നോട് ഇൻറ്റു ചെയ്യുക. യു വിൽ ഗെറ്റ് 2000 കിലോ. 2000 കിലോ. ഇതെന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റിയോ 2200. സ്റ്റാൻഡേർഡ് പ്രൈസോ ₹10. ആക്ച്വൽ പ്രൈസോ 9 രൂപ 60 പൈസ. എവിടെ നിന്ന് കിട്ടി? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഞാനിതിനെ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് നമുക്ക് ഫസ്റ്റെത്തുനിന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് അല്ലേ? കോസ്റ്റ് വാരിയൻസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 2000 ഇൻറ്റു 10 20,000 കിട്ടും. മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി 2200 ഇൻറ്റു 960. ഇവിടെ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ചെയ്യുന്നില്ല. സെയിം ക്വസ്റ്റ്യൻ, നോ ഡിഫറൻസ്. ഹിയർ ഇറ്റ് ഇസ് ആക്ച്വൽ കോസ്റ്റ് അല്ല, ഇവിടെ ആക്ച്വൽ പ്രൈസ് ആണ്. നേരത്തെ ആക്ച്വൽ കോസ്റ്റ് ആണ് തന്നത്. ഈ 2 ക്വസ്റ്റ്യനും എക്സാമിനേഷനിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചതാണ്. ഇനി നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ഞാൻ ക്വസ്റ്റ്യൻസ് പ്രീവിയസിൽ വന്ന ക്വസ്റ്റ്യൻ അവിടെ കാണിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ 2017 BComന് ചോദിച്ചിരിക്കുന്നതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഗിവൺ ആണ്. സെയിം ക്വസ്റ്റ്യൻസ്. ഈ നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. എനിവേ, മെറ്റീരിയൽ 5 kg ഒരു യൂണിറ്റിനുള്ള സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് പ്രൈസ് ₹15 kg. ഒന്നും ചെയ്യേണ്ട, ദാറ്റ് ഇസ് അവർ സ്റ്റാൻഡേർഡ് പ്രൈസ് SP. ആക്ച്വൽ പ്രൊഡക്ഷൻ 500 യൂണിറ്റ് ആണ്. മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് 2200 ആണ്. സോ 2200 ആണ് നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വൽ പ്രൈസും നേരിട്ട് തന്നിട്ടുണ്ട്. AP ഈസ് 14.40. അവിടെ ഏത് മാത്രമേ ചേഞ്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ? SQ 5 ഇൻറ്റു എത്ര യൂണിറ്റ് നോക്ക്? 500. അപ്പം SQ എത്ര വരും? ഞാൻ പറഞ്ഞ തെറ്റിയോ? AQ പറഞ്ഞു പോയിട്ടുണ്ടോ നോക്കണേ. അപ്പം SQ 5 kg പെർ യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിനാണ്. സോ 500 യൂണിറ്റ് ഉണ്ട് ഇവിടെ. 5 ഇൻറ്റു 500 2500 ഇടണം. അപ്പം ഞാനിപ്പം സ്ക്രീനിനകത്ത് എനിവേ ഞാനിവിടെ എഴുതി തരാം. എല്ലാ ടൈപ്പ് കുട്ടികളും ഉണ്ടല്ലോ. എൻ്റെ മോൻ റെയിൻബോ വരെയാണ് നോക്കിയത് കേട്ടോ. SQ 2500 അല്ലേ? 5 ഇൻറ്റു 500. SP 15. AQ 2200 ആൻഡ് AP 14.40. സോ ഇത് വെച്ചിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യാം കേട്ടോ. അപ്പോൾ 2017 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് 2018 BComന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ BBAൻ്റെ കേസ് പറയാം കേട്ടോ. BComന് ചോദിച്ച ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് മെറ്റീരിയൽ വാരിയൻസ് എന്ന് മാത്രമേ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ മിനിമം ഏതൊക്കെ കാണണം?
കോസ്റ്റ് വാരിയൻസ്, പ്രൈസ് വാരിയൻസ്, യൂസേജ് വാരിയൻസ് പ്ലസ് വെരിഫൈ ചെയ്യുക കേട്ടോ. അത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ 1 യൂണിറ്റിൻ്റെതാണ് ഇവിടെ 10 kg. സ്റ്റാൻഡേർഡ് പ്രൈസ് 250. ഒന്നും ചെയ്യേണ്ട, അത് അതേപടി. മെറ്റീരിയൽ യൂസ് 11,500. സോ നിങ്ങൾക്കറിയാം 11,500 നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 27,600. സോ AC ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 1000 യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രം ചെയ്യാം, ബാക്കി നിങ്ങൾ ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് SQ ആണ്. 10 കിലോ ഒരു യൂണിറ്റിന്. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ 1000 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ 10 × 1000 10,000 ആണ് നമ്മുടെ SQ. സോ ഇതാണ് നമ്മുടെ SQ. ഓക്കെ, SP ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, AQ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓക്കെ, AC ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 27,600. AC എന്ന് പറഞ്ഞാൽ AQ × AP ആണ്. AQ നമുക്കറിയാം, ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. AC 27,600 ആണ്, AQ 11,500 ആണ്. AP എത്ര? ഇത് ഇങ്ങോട്ട് വരുമ്പം ഡിവൈഡ് ചെയ്യാം ആൻഡ് യു വിൽ ഗെറ്റ് AP ദിസ് വൺ. അപ്പോൾ AP കിട്ടി, AQ ഉണ്ട്, SP ഉണ്ട്, SQ ഉണ്ട്. ബാക്കി നിങ്ങൾ ചെയ്യില്ലേ? ഓക്കെ, സോ ബാക്കി ചെയ്യുക. ജസ്റ്റ് ആ 3 ചെയ്യുക, പ്ലസ് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ അവിടെ കാണും. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് 2019 ചോദിച്ചതാണ്. എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ വീണ്ടും ഇട്ടുപോയതല്ല. നേരത്തെ 15 or 17 ആയിരുന്നു നമ്പർ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ 16 നമ്പർ. സോ 2019 ചോദിച്ചതാണ്. സെയിം ക്വസ്റ്റ്യൻ ദേ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ടൈപ്പിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ഇനി BBAൻ്റെ കേസ് പറയാം. BBAൻ്റെ 2017 ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നില്ല. 18 and 19 ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തു. അതിനകത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒരൊറ്റ പ്രോബ്ലവും ചോദിച്ചതായി കണ്ടില്ല. അതിൻ്റെ മീനിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചോദിക്കൂല എന്നല്ല, തിയറി പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്, ബട്ട് പ്രോബ്ലം പാർട്ടിൽ കണ്ടില്ല. ഓക്കെ, സോ മേ ബി നെക്സ്റ്റ് ഇയർ ചോദിക്കാം. സോ നിങ്ങൾ അതും കൂടെ കവർ ചെയ്ത് പഠിക്കാം. ഇനി ഒരുപാട് ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അവിടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. കൂടുതൽ കമൻറ്റ് വരുവാണെങ്കിൽ ഞാനത് ചെയ്യാം കേട്ടോ. എനിവേ, മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വെരി ബിഗ് താങ്ക് യു. ബിക്കോസ് നമ്മൾ ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് അതൊരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ എല്ലാവരും പഠിക്കാം.